ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷോന്മനൈന്ദ്രിയേശം വർത്തമാനി മാത്രാദിഷണാം ജസൂതം സത്വം ബൃഹദ്ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശപ്രാണമധർമ്മധർമ്മോ ചക്രേഭിമാനന്റെ ദിനം ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരന്തു ജീവം പരമേവ ലക്ഷ്യം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രഭാത കേളിയിൽ ഇന്ന് ശ്രീമദ് ഭാഗവതം സപ്തമ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിലത്തെ 41-ഉം 42-ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയേണ്ടതാണ്. അപ്പോൾ അതിൽ ഇവിടെ ഈ ശരീരത്തെ ഒരു രഥമായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ ആ രഥത്തിൽ വലിക്കണ കുതിരകൾ ആരാണ്? ഹയാനഭീഷുൻ, ഇന്ദ്രിയങ്ങൾ. ഇപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണ കടിഞ്ഞാണോ? അത് മനസ്സ്. അപ്പോൾ ആ കടിഞ്ഞാണ് പിടിക്കാൻ ഒരാൾ വേണമല്ലോ, അതാണ് ബുദ്ധി. ദിഷണാംച സൂതം, തേരാളിയായിരിക്കുന്ന സൂതൻ. ഇനി ഈ രണ്ട് ചക്രത്തിനെ ബന്ധിപ്പിക്കുന്ന അച്യുതണ്ട് ദശപ്രാണങ്ങൾ. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നീ പ്രധാന പ്രാണന്മാരും, കിർമീലൻ, അതുപോലെ തന്നെ ധനഞ്ജയൻ, ദേവദത്തൻ മുതലായിട്ടുള്ള 5 ഉപപ്രാണന്മാരെയാണ് ചക്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അച്യുതണ്ട്. ശരം തു ജീവം, അതുപോലെ ധനുർഹിതസ്യ പ്രണവം പഠന്തി. ഇതൊരു നായാട്ടിന് പോകുന്നതായിട്ട് സങ്കല്പിച്ച്, എന്താണ് വില്ല് ഇവിടെ നായാട്ടിന് ഉപയോഗിക്കുന്നത്? പ്രണവം, ഓങ്കാരമായിരിക്കുന്ന പ്രണവമാണ് വില്ല്. അപ്പം അത് തന്നെ ശരമാണത്രേ ജീവൻ. അപ്പം ആ ശരമാകുന്ന ജീവനെ എവിടേക്ക് എത്തിക്കണം? ലക്ഷ്യമാകുന്ന ബ്രഹ്മത്തിലേക്ക് എത്തിക്കണം. ഇതാണ് ബ്രഹ്മവിദ്യ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ ശരീരമാകുന്ന കുതിര, അശരീരമാകുന്ന തേര്, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, മനസ്സാകുന്ന കടിഞ്ഞാണ്, ബുദ്ധിയാകുന്ന തേരാളിയെ കൊണ്ട് നിയന്ത്രിച്ച് ദശപ്രാണങ്ങളാകുന്ന അച്യുതണ്ടിനെ കൊണ്ട് യോജിപ്പിച്ച ചക്രങ്ങൾ തിരിക്കുക. ലക്ഷ്യമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്കോ ശരമാകുന്ന ജീവനെ ബ്രഹ്മവിദ്യ, അനുഷ്ഠാനം, അഷ്ടാംഗയോഗം എന്തൊക്കെ വെച്ചാൽ അത് കൂടെയൊക്കെ ചേർക്കണം. അതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചത്. വർണ്ണാശ്രമധർമ്മങ്ങൾ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇത് ആശ്രമങ്ങളാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇത് വർണ്ണങ്ങളാണ്. ഇവരൊക്കെ അനുഷ്ഠിക്കേണ്ട വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഉപസംഹാര ഘട്ടത്തിലാണ് ഈ ശ്ലോകം വരുന്നത്. അപ്പോൾ ഏത് വർണ്ണമോ ആയിക്കോട്ടെ, ഏത് ആശ്രമം ആയിക്കോട്ടെ, മനുഷ്യനാണെങ്കിൽ അനുഷ്ഠിക്കേണ്ട പൊതുവായ ധർമ്മത്തെക്കുറിച്ചാണ് അവസാനം പറഞ്ഞത്. അവിടെ വർണ്ണാശ്രമധർമ്മങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ബാധകമല്ലാത്തൊരു മനുഷ്യനായാൽ ഇതാരും ലക്ഷ്യം വയ്ക്കണം എന്നർത്ഥം. ഇത് ഏതൊരാൾക്കും അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ പിന്തുടരേണ്ട, അനുസരിക്കേണ്ട പാഠങ്ങളാണത്. അതൊരു പൊതുവായിട്ടുള്ള തത്വമായിട്ട് പറഞ്ഞിട്ടാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ ശുഗമഹർഷി ഉപസംഹരിക്കുന്നത്. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷുന്മനൈന്ദ്രിയേശം വർത്തമാനി മാത്രാദിഷണാം സൂതം സത്വം ബൃഹദ്ബന്ധുരമീശസൃഷ്ടം അക്ഷം ദശപ്രാണമധർമ്മധർമ്മോ ചക്രേഭിമാനന്റെ ദിനഞ്ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരന്തു ജീവം പരമേവ ലക്ഷ്യം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.